ലാൻഡ് സ്റ്റുട്ടിന്റെ കൂടെയുള്ള ജർമ്മൻ ലാംഗ്വേജിലായിട്ടുള്ള യാത്ര ഇന്ന് നിങ്ങളുടേത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ആയിട്ട് ഫസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇന്ന് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇത് ജർമ്മൻ്റെ കേസിൽ മാത്രമല്ല വേറെ ഏത് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും? കാരണം ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പുതുതായിട്ടുള്ള ഒരു കാര്യമാണ്. ഭാഷ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്ന സമയത്ത് നമ്മൾ മെയിൻലി പഠിച്ചിട്ടുള്ളത് നമ്മളുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളം, അതുപോലെ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നൊക്കെ പറയുന്ന ഭാഷയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് നോർമലി നമ്മളുടെ മനസ്സിലൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും, എന്ത് വെച്ചിട്ട് ഞാൻ തുടങ്ങണം? അത് ആൽഫബറ്റ്സ് ആണോ, നമ്പേഴ്സ് വെച്ചിട്ടാണോ, അതോ വേറെ എന്തെങ്കിലും ഗ്രാമർ വെച്ചിട്ട് തുടങ്ങണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. സോ അത് നമ്മൾ ആദ്യം ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഏത് ഭാഷ പഠിക്കുന്ന സമയത്തും ഡയറക്റ്റ് ആൽഫബറ്റ്സ് വെച്ചിട്ടല്ല പഠിക്കേണ്ടത്. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഭാഷയിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന ഭാഷയുമായിട്ട് സിമിലർ ആയിട്ട് ഏതെങ്കിലും വാക്കുകളോ ഗ്രീറ്റിങ്സോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷും ഇത് രണ്ടുമാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജർമ്മൻ അല്ലെങ്കിൽ ഏത് ഭാഷ പഠിക്കുന്ന സമയത്തും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. എനിക്കറിയുന്ന മലയാളത്തിൽ അല്ലെങ്കിൽ എനിക്കറിയുന്ന ഇംഗ്ലീഷ് ഭാഷ അതിലേതെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ ഗ്രീറ്റിങ്സ് ജർമ്മനിൽ സിമിലർ ആയിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ഇംഗ്ലീഷിൽ വരുന്ന ഹലോ എന്നുള്ളതിന് എന്താണ് ജർമ്മനിൽ പറയാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രീറ്റിങ്സ് വരുന്ന സമയത്ത് അതിന് എന്ത് ജർമ്മനിൽ പറയും. അപ്പോൾ സിമിലർ ആയിട്ടുള്ള വാക്കുകൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഭാഷയിലോട്ട് ഒരു പോസിറ്റീവ് കിക്ക് സ്റ്റാർട്ട് കൊടുക്കാൻ ഇതിനാണ് കഴിയുക. സോ ആരെങ്കിലും നിങ്ങൾ ഭാഷ പഠിക്കുന്ന സമയത്ത് ഡയറക്റ്റ് പോയിട്ട് ആൽഫബറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് മാറ്റിയിട്ട് നിങ്ങൾക്കറിയാവുന്ന ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങളുടെ മദർ ടങ്ങിലെ ഭാഷയുമായിട്ട് അല്ലെങ്കിൽ അതിലെ വാക്കുകൾ ഏതെങ്കിലും ഇതിൽ സിമിലർ ആയിട്ട്, അതായത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇപ്പോൾ ജർമ്മനിൽ സിമിലർ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കിക്ക് സ്റ്റാർട്ട് തരിക. നമ്മളുടെ മാതൃഭാഷയിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഏതൊക്കെ വാക്കുകളാണ് സിമിലർ ആയിട്ട് ജർമ്മനിൽ വരുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്ന സെഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്രീറ്റിംഗ്സിന്റെ ജർമ്മൻ വാക്കായിട്ടുള്ള ബെഗ്രൂസും എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്തോ ഭയങ്കര വലിയ വാക്കാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ജർമ്മനിൽ എത്രയോ വാക്കുകൾ ഇംഗ്ലീഷിൽ സിമിലർ ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് ഇംഗ്ലീഷ് പോലെ തന്നെ ആണല്ലോ എന്ന് തോന്നുന്ന കുറേ വാക്കുകളുണ്ട്. അത് വെച്ചിട്ട് വേണം നിങ്ങൾ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നിങ്ങൾ ഈ സെന്റൻസ് ഇംഗ്ലീഷിൽ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ജർമ്മൻ വാക്ക് പഠിക്കുമ്പോൾ ഒരു കണക്ഷൻ തോന്നും. ഓക്കെ, ഇത് ഇംഗ്ലീഷുമായിട്ട് സിമിലർ ആണ് എന്നുള്ള ഒരു തോന്നൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മൈ നെയിം ഈസ് എന്നുള്ള ഒരു കണ്ടെക്സ്റ്റ് ജർമ്മനിൽ പഠിച്ച സമയത്ത് അത് എത്രത്തോളം ഇംഗ്ലീഷുമായിട്ട് ക്ലോസ് ആണ് എന്നുള്ളത് ആലോചിച്ചതുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് പറയാൻ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. നമുക്കറിയുന്ന ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷിൽ എത്രത്തോളം സിമിലാരിറ്റിയാണ് ഈ ജർമ്മനിന് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്ന ടോപ്പിക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന വാക്ക് എന്ന് പറയുന്നത് ഹലോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ്. ഓക്കെ, യൂഷ്വലി നമ്മൾ ഈ ഹലോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളെ പേഴ്സണലി മീറ്റ് ചെയ്യുന്നൊക്കെ സമയത്താണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഹലോ എന്ന് പറയുന്ന വാക്ക് എങ്ങനെ നിങ്ങൾക്ക് ജർമ്മനിൽ പറയാൻ പറ്റും? ഈ വാക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചൂസ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. കാരണം ഒരാൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ജർമ്മനിൽ പഠിക്കാൻ പറ്റുന്ന വാക്കാണ് ഈ ഹലോ എന്നതിൻ്റെ ജർമ്മൻ വാക്ക്. ദാറ്റ് ഈസ് ഹലോ. ഹലോ എന്നാണ് പറയുക. HALLO എന്ന സ്പെല്ലിംഗ് നിങ്ങൾക്ക് വരുന്നത് കാണാൻ പറ്റും. സോ ജർമ്മനിൽ ഈ ഹലോ എന്ന് പറയുന്ന വാക്ക് എത്രത്തോളം സിമിലർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ HELLO ഹെലോ എന്ന് പറയുന്ന ഇംഗ്ലീഷിന്റെ ജർമ്മൻ ആണ് HALLO ഹലോ എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇംഗ്ലീഷിൽ അത് ഹേ എന്ന് പറയുന്ന ശബ്ദമാണ്, ജർമ്മനിൽ അത് വരുന്ന സമയത്ത് ഹ എന്ന് പറയുന്ന ശബ്ദമാണ്. സോ ഹെലോ എന്ന് പറയുന്ന സമയത്ത് ഹലോ എന്നാണ് അതിന്റെ ഉച്ചാരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ മ്യുള്ളർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഒരു ഇമാജിനറി ആള് മ്യുള്ളർ ഉണ്ടെന്ന് വിചാരിക്കുക. ആളെ ഞാൻ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഞാനിത് യൂസ് ചെയ്യും? അല്ലെങ്കിൽ ജർമ്മനിയിൽ വെച്ചിട്ട് ഞാൻ മ്യുള്ളറിനെ നേരിട്ട് കാണുകയാണ്, ഞാൻ എങ്ങനെ അയാളോട് ഹലോ പറയുന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സോ മെയിൻലി ഞാൻ അയാളോട് പറയുന്നത് ഹലോ മ്യുള്ളർ എന്നായിരിക്കും. ഹലോ മ്യുള്ളർ. സോ ഹലോ എന്നതിന്റെ ജർമ്മൻ പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന വാക്കാണ് ഹലോ. അതിൽ ഹേ എന്നുള്ള ശബ്ദം മാറ്റിയിട്ട്
ഹ എന്ന് പറയുന്ന ശബ്ദം പ്ലേസ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജർമ്മനിൽ ഹെലോ എന്ന് പഠിക്കാൻ പറ്റും. അതാണ് ഹലോ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹെലോ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മൈ നെയിം ഈസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇംഗ്ലീഷിലെ മൈ നെയിം ഈസ്. എന്തുകൊണ്ട് ഇത് സെക്കൻഡ് ചൂസ് ചെയ്തു? ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഗ്രീറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതിന് നിങ്ങൾക്കൊരു ആൻസർ കിട്ടിക്കാണും. എന്തുകൊണ്ട് ഞാൻ ഹലോ സ്റ്റാർട്ട് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ മൈ നെയിം ഈസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഹലോ പറഞ്ഞ സമയത്ത് ക്ലിയർ ആയി കാണും. കാരണം അത്രയും സിമിലർ ആണ് ഇംഗ്ലീഷിലും ജർമ്മനിലും ഹലോ വരുന്നത്. സെയിം പോലെ മൈ നെയിം ഈസ് വരുന്ന സമയത്ത് ജർമ്മനിൽ നമ്മളത് വായിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഇതിന്റെ സ്പെല്ല് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, യാ. സോ മൈ നെയിം ഈസ് എന്നതിന്റെ ജർമ്മൻ വരുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. മൈൻ നാമെ ഇസ്റ്റ്. മൈൻ നാമെ ഇസ്റ്റ്. ഒന്നുകൂടെ ഒന്ന് സ്പീഡായിട്ട് പറയുകയാണെങ്കിൽ മൈൻ നാമെ ഇസ്റ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പഠിച്ച രണ്ട് കാര്യങ്ങളോടൊന്ന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഹലോ മൈൻ നാമെ ഇസ്റ്റ്. ഹലോ മൈൻ നാമെ ഇസ്റ്റ്. എന്തുകൊണ്ട് നമ്മൾ മൈ നെയിം ഈസ് പഠിച്ചു? അതിന്റെ ഒരു ആൻസർ ആണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മൈ നെയിം ഈസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സെന്റൻസ് അറിയാത്തവർ ആരും ഉണ്ടാവില്ല ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക എത്ര സിമിലർ ആണ് ജർമ്മനിൽ വരുന്നത്. മൈ എന്നതിന് ജർമ്മനിൽ വന്ന വാക്കാണ് മൈൻ. ഓക്കെ, മൈൻ. ശബ്ദത്തിൽ വരുന്ന ആ ഒരു ഈസിനെസ്. മൈ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് മൈൻ. നെയിം എന്ന് പറയുന്നതിന്റെ ജർമ്മൻ സെയിം സ്പെല്ലിംഗ് ആണ് ഇംഗ്ലീഷും അതുപോലെ ജർമ്മനും ഷെയർ ചെയ്യുന്നത്. നാമെ. ആ ഒരു വാക്കിൽ അല്ലെങ്കിൽ ഉച്ചാരണത്തിലാണ് ഡിഫറൻസ് വന്നത്. നാമെ, മൈൻ, നാമെ. നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വെർബാണ് നെക്സ്റ്റ് വാക്ക് ഈസ് എന്ന് പറയുന്ന വാക്ക്. സോ ഈ ഈസ് എന്നതിൻ്റെത് സെയിം സ്പെല്ലിംഗ് ഓൾമോസ്റ്റ് ഷെയർ ചെയ്തു. IS എന്നുള്ളതുണ്ട്, പക്ഷെ അത് വായിക്കുന്നത് എസ്റ്റ്. അങ്ങനെയാണ് മൈ നെയിം ഈസ് എന്നുള്ളത് മൈൻ നാമെ എസ്റ്റ്. ഹലോ മൈൻ നാമെ എസ്റ്റ്. ഇപ്പൊ നിങ്ങളുടെ പേര് അന്ന എന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് ജർമ്മനിൽ പറയും? ഹലോ മൈൻ നാമെ എസ്റ്റ് അന്ന. ഇപ്പൊ നിങ്ങളുടെ പേര് മാത്യു എന്നാണെങ്കിൽ ഹലോ മൈൻ നാമെ എസ്റ്റ് മാത്യു. അപ്പൊ ഭാഷ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇത്തരം ഈസിനെസ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള വാക്കുകളാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. അല്ലാതെ ആൽഫബറ്റ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഇതൊരു എന്താ പറയുക വാമപ്പ് പോലെയാണ്. നമ്മൾ സ്പോർട്സ് ഒക്കെ ചെയ്യുന്നതിന്റെ മുൻപ് നിങ്ങൾ വാമപ്പ് ചെയ്യുന്ന പോലെയാണ് ഈ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ വാക്കുകൾ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ എന്താണെന്നുള്ള ചെറിയൊരു പരിചയം നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീറ്റിംഗ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് നമുക്ക് മൂവ് ഓൺ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഗ്രീറ്റിംഗ് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന വാക്ക്. ജർമ്മനിൽ ഏറ്റവും ചെറിയ രണ്ട് വാക്കുകളാണ് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത്. ഈ വാക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിലെ ഒരു പ്രത്യേക ഫാക്ട് മനസ്സിലാവും. അതെന്താന്നുള്ളത് ഈ വാക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്കത് എഴുതിയ സമയത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ യെസ് എന്നതിന്റെ സ്പെല്ലിംഗ് ഇവിടെ ജർമ്മൻ ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്നത് JA എന്നാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലാവും. അപ്പൊ ഇപ്പൊ മൈൻഡിൽ നമുക്ക് ഈ വാക്ക് കണ്ടപ്പോൾ വന്നൊരു ഉച്ചാരണം എന്ന് പറയുന്നത് ജ എന്ന് പറയുന്ന ഉച്ചാരണമാണ്. പക്ഷെ ഇത് വായിക്കുന്നത് ജ എന്നല്ല. ഈ ഒരു വാക്ക് വായിക്കുന്നത് നമ്മളുടെ ഇംഗ്ലീഷിലെ യാ എന്നൊരു സൗണ്ടിലാണ് വായിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് ജർമ്മൻ ലാംഗ്വേജിൽ എസ് എന്നതിന് യാ എന്ന് പറയുന്നത്. കാരണം ഇവിടെ JA എന്നല്ല സ്പെല്ലിംഗ് വന്നത്, എന്തുകൊണ്ട് അത് യാ എന്ന് വായിച്ചു? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീറ്റിംഗ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിൽ എവിടെ J വരുന്ന സമയത്തും അത് നമ്മളുടെ മലയാളത്തിലെ യാ എന്നായിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ Y ഒക്കെ ആയിട്ട് നിങ്ങൾ ഉച്ചരിക്കുക. അതുകൊണ്ടാണ് ഈ യെസ് എന്നതിന്റെ JA എന്ന സ്പെല്ലിംഗ് വന്നപ്പോൾ യാ എന്നായിട്ട് വായിച്ചത്. ഓക്കെ, സോ ഇതിപ്പോ നിങ്ങൾക്ക് ഫുട്ബോൾ കളി കാണുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ലിവർപൂൾ ആണെങ്കിൽ അതിന്റെ പണ്ടത്തെ കോച്ചായിരുന്ന യൂഗൻ ക്ലോപ്പ്, ആളുടെ സ്പെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് J വെച്ചിട്ടാണ്. പക്ഷെ അത് വായിക്കുന്നത് ഇപ്പൊ യൂഗൻ ക്ലോപ്പിന്റെ ഇതൊന്ന് വായിക്കുന്നത് J വരുന്നതുകൊണ്ട് തന്നെ Y എന്നുള്ള ശബ്ദത്തിലാണ് വായിക്കുന്നത്. യൂഗൺ എന്നാണ് വായിക്കുന്നത്. അപ്പൊ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കാം ഈ ഒരു J വെച്ചിട്ട് ഇപ്പോൾ ജാക്കറ്റിന് ജർമ്മനിൽ ഈ ഒരു സ്പെല്ലിംഗ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ജാക്കെ എന്നല്ല വായിക്കുന്നത്, യാക്കെ. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് ലാംഗ്വേജിനെ കുറിച്ച് ഒരു കാര്യം അറിയാൻ പറ്റി, ജർമ്മൻ ഭാഷയെ കുറിച്ച്.
അതായത് ജർമ്മൻ ഭാഷയിൽ ജെ വരുന്ന സമയത്ത് വൈ ഉച്ചരിക്കണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, സോ ജർമ്മൻ ഭാഷയിൽ യെസ് എന്നതിന് യാ എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് നോ എന്നുള്ള വാക്കിലോട്ടാണ്. നോ എന്നുള്ളതിന് നൈൻ. നൈൻ, ഇത് കുറെ പേര് നെയിൻ എന്ന് വായിക്കും, തെറ്റാണ്. നൈൻ. യെസ് എന്നതിന് യാ, നോ എന്നതിന് നൈൻ. സോ മെയിൻലി 3 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹലോ എന്നുള്ളതിന് ഹലോ, മൈ നെയിം ഈസ് മൈൻ, നാമെ ഇസ്റ്റ്. യെസ് എന്നതിന് യാ, നോ എന്നതിന് നൈൻ. അപ്പൊ ഇതിൽ ഓരോ വാക്കുകൾ പഠിച്ച സമയത്തും നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിക്കണം. ഹലോ എന്നുള്ള പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് എന്ത്, ഇംഗ്ലീഷിലും ജർമ്മനിലും വരുന്ന ഒരു സ്ലൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ഹേ എന്നുള്ള ശബ്ദമായിരുന്നു, ജർമ്മനിൽ അത് ഹ എന്നുള്ള ശബ്ദമാണ്. മൈ നെയിം ഈസ് എന്ന് പറയുന്ന വാക്ക് പഠിച്ചപ്പോൾ 3 വാക്കുകളാണ് നിങ്ങൾ ലിറ്ററലി പഠിക്കുന്നത്. എങ്ങനെ ജർമ്മനിൽ മൈ പറയാം, നെയിമിന് നാമയാണ് പറയുക, ഈസ് എന്നതിന് ഇസ്റ്റ് എന്ന് പറയാന്നുള്ളത്. യെസ് പഠിച്ചപ്പോഴാണ് ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കിയത്. അതായത് ജെ എന്നുള്ള ആൽഫബറ്റ് അവർക്ക് ഉച്ചരിക്കുന്നത് വേറെ രീതിയിലാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ യെസ് എന്നതിന്റെ ജെ എന്നുള്ള സ്പെല്ലിംഗ് യാ എന്നായിട്ട് ഉച്ചരിച്ചത്. നെക്സ്റ്റ് നോ എന്നുള്ളതിന് നൈൻ. ഈ പറഞ്ഞ യെസ്സും നോയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആണെങ്കിലും പക്ഷെ ഇതിന്റെ യൂസേജ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു സർവൈവൽ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും ജർമ്മനി പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സർവൈവ് ചെയ്യാൻ പറ്റുന്ന 2 വാക്കുകളാണ് യാ, നൈൻ. വെള്ളം വേണോ, യാ. അല്ലെങ്കിൽ ഫുഡ് വേണോ, നൈൻ. ഇത് നിങ്ങൾക്ക് ആ ഒരു കേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫൈനലി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള വാക്ക് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് താങ്ക്സ് പറയാം. ഓക്കെ, ജർമ്മൻ ലാംഗ്വേജിൽ താങ്ക്സ് പറയുന്നത് എങ്ങനെയാണ്? ജർമ്മൻ ലാംഗ്വേജിൽ താങ്ക്സ് പറയുന്ന മെത്തേഡ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ബോർഡിൽ എഴുതിയ കാണാൻ പറ്റും. ഡാങ്കെ. ഡാങ്കെ എന്നാണ് വായിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ഈ ഒരു ഡാ എന്ന് പറയുന്ന ശബ്ദം യൂസ് ചെയ്യാം, ഡാങ്കെ. ഓക്കെ, കുറെ പേര് ഇത് താങ്കെ എന്ന് വായിക്കും. താങ്കെ എന്ന് പറയുന്നത് തെറ്റാണ്, ഡാങ്കെ. ഓക്കെ, താങ്ക്സ് എന്നതിന്റെ ജർമ്മൻ ആണ് ഡാങ്കെ. ഓക്കെ, അത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഹൈ ലെവലിൽ എത്തുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഡാങ്കെ എന്നുള്ളത് ഷോർട്ടായിട്ട് വായിച്ചു തുടങ്ങും. സോ താങ്ക്സ് എന്നുള്ളതിന്റെ ജർമ്മൻ ആണ് ഡാങ്കെ. ഓക്കെ, ഡാങ്കെ, താങ്ക്സ്. സോ ഹലോ, mein Name ist ja, nein, danke. ഇനി നമുക്ക് 2 വാക്കുകൾ കൂടെ ഈ ഒരു ഗ്രീറ്റിംഗ്സിൽ പഠിക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇത്രയും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയോ കേട്ടു. ഈ സമയത്ത് ഈ ഭാഷ ഏതാണ്? ഇപ്പൊ ഒരാൾ നിങ്ങളോട് പോയിട്ട് പറയാണ്, ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നുണ്ട്, അതിൽ ജർമ്മനിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, ജർമ്മൻ. ജർമ്മൻ എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ ജർമ്മൻ എന്നതിന് എന്താണ് പറയാ? അതായത് ഈ ലാംഗ്വേജിനെ ജർമ്മൻസ് പറയുന്നത് എന്താണ്? അതാണ് നെക്സ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ജർമ്മൻ ഭാഷയ്ക്ക് നിങ്ങൾ പറയുന്നത് ഡോയഷ്. ഡോയഷ് എന്നാണ് ജർമ്മൻ ഭാഷയ്ക്ക് പറയുന്നത്. അപ്പൊ ഞാൻ ജർമ്മൻ വീഡിയോസ് കാണുന്നുണ്ട് എന്നല്ല നിങ്ങൾ ഇനി മുതൽ പറയേണ്ടത്. ഇനി മുതൽ നിങ്ങൾ പറയേണ്ടത് ഞാൻ ഡോയഷ് വീഡിയോസ് കാണുന്നുണ്ട്. സോ ജർമ്മൻ ഭാഷയ്ക്ക് പറയുന്നതാണ് ഡോയഷ് എന്ന് പറയുന്നു. ഈ ഒരു വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേറൊരു ഉപകാരം കൂടെ ഉണ്ട്. വേറെ ഒന്നുമല്ല, ജർമ്മനി എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന് പറയുന്നതും ഇതുമായിട്ട് സിമിലർ ആണ്. ജർമ്മനി എന്നതിന് പറയുന്നത് ഡോയ്ച്ച്ലാൻഡ്. ഡോയ്ച്ച്ലാൻഡ്, അതായത് ഡോയ്ച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ഭാഷയും ഡോയ്ച്ച്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിന് പറയുന്നത്. സോ ഏത് ഭാഷ നിങ്ങൾ അല്ലെങ്കിൽ ഏതിന്റെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഞാൻ കാണുന്നത് ഡോയ്ച്ച് വീഡിയോ ആണ്. അല്ലെങ്കിൽ ഏത് രാജ്യത്തിലോട്ടാണ് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹം, ഡോയ്ച്ച്ലാൻഡ് എന്ന് പറയണം. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നുന്നത് അത് ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരാളോട് ഡെയിലി നിങ്ങൾ ഫോൺ ചെയ്യുന്ന ആൾക്കാരാണ്. ഫോൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാര്യം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറയുന്നത് ഹലോ ആണ്. ഓരോ ഹലോ പറയുന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഓൾറെഡി ഞാൻ ജർമ്മൻ വീഡിയോ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, അതിൽ എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഹലോ എന്നുള്ളതിന് ഹാലോ എന്നാണ് പറയാ. അപ്പോൾ ഓരോ കോൾ വരുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക, ഹലോ എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ ഓക്കെ ജർമ്മനിൽ അതിന് ഹാലോ ആയിരുന്നു എന്നുള്ള ആ ഒരു റിമൈൻഡ് ചെയ്യണം. ആ വാക്ക് നിങ്ങൾ പിന്നെ ഒരിക്കലും മറക്കില്ല. മൈ നെയിം ഈസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പല എന്താ പറയാ ഫോം ഫില്ലിങ്ങിലും അല്ലെങ്കിൽ കാര്യത്തിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇന്റർവ്യൂവിലൊക്കെ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതായത് ജർമ്മനിൽ ഇത് മൈൻ നാമെ ഇസ്റ്റ് എന്നായിരുന്നു എന്നുള്ളത്. യെസ് നോ എന്നുള്ളത് ഞാൻ പല സാഹചര്യത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ലൈഫിൽ നിങ്ങൾ അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ളത് മലയാളത്തിൽ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് ന്യൂസ് പേപ്പർ വായിച്ചോ, സ്കൂളിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തോ,
ആ സമയത്തൊക്കെ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, യെസ് എന്നുള്ളതിന് യാ ആയിരുന്നു, നോ എന്നുള്ളതിന് നൈൻ ആയിരുന്നു എന്നുള്ളത്. പിന്നെ ഏത് ഭാഷയാണ് നിങ്ങൾ പഠിക്കുന്നത്? ഡോയഷ്. ഓട്ടോമാറ്റിക് അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ലാൻഡ് ചേർത്ത് കൊടുക്കുക, ഡോയഷ് ലാൻഡ് എന്നുള്ള ജർമ്മൻ കൺട്രി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഗ്രീറ്റിംഗ്സിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. സോ മറന്നു പോകരുത്, ഗ്രീറ്റിംഗ്സ് പഠിക്കുന്ന സമയത്ത് ഇത് ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുക. കാരണം ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലാംഗ്വേജ് പഠിക്കാനുള്ള ഏറ്റവും വലിയ ട്രിക്കാണത്. നിങ്ങൾ ഡെയിലി ലൈഫിൽ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് ഹലോ എന്നുള്ളത്. ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ ഹലോ എന്ന് പറയുന്ന സമയത്ത് ആലോചിക്കുക ഹലോ എന്നുള്ളതാണ് ജർമ്മനിൽ ഞാൻ പഠിച്ചത്. ഗ്രീറ്റിംഗ്സിന്റെ ശേഷം നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സല്യൂട്ടേഷൻസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പോകുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വർക്കിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഒരാളെ രാവിലെ കാണുന്ന സമയത്ത് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട്. അപ്പൊ അതുകൂടെ നമുക്ക് ജർമ്മനിൽ എങ്ങനെയാണെന്നുള്ളത് അറിയണം. സോ അതാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ജർമ്മനിൽ ഗുഡ് മോർണിംഗ്, അതുപോലെ ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് ഗുഡ് ഈവനിങ്, അതുപോലെ ഗുഡ് നൈറ്റ്. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ ഇത് ജർമ്മനിൽ ഗുഡ് മോർണിംഗ് എന്നതിന് ഞാനിവിടെ ജസ്റ്റ് എഴുതുന്നുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, സോ GUTEN എങ്ങനെയാണോ നിങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് സെയിം പാറ്റേൺ അപ്ലൈ ചെയ്യുക. ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ മോർഗൻ. ഗുഡ് മോർണിംഗ് എന്നതിന്റെ ജർമ്മൻ ആണ് ഗുട്ടൻ മോർഗൻ. സോ നിങ്ങൾ ഒരാളെ രാവിലെ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അയാളെ ഗ്രീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഗ്രീറ്റിംഗ് വെച്ചിട്ടാണ്, ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ മോർഗൻ. ഇനി ഈ ഗുഡ് ആഫ്റ്റർനൂൺ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ജർമ്മനിൽ ശരിക്കും ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ള ഒരു ഫ്രേസ് വരുന്നില്ല. അവിടെ നിങ്ങൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഗുട്ടൻ ടാഗ്, ഗുട്ടൻ ടാഗ്. ശരിക്ക് ഇതിന്റെ അർത്ഥം വരുന്നത് ഗുഡ് ഡേ എന്ന് പറയുന്ന അർത്ഥമാണ്. ഗുഡ് ഡേ, ഗുട്ടൻ ടാഗ്, ഗുഡ് ഡേ എന്നുള്ള അർത്ഥം. അപ്പൊ ഇത് നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രീറ്റിംഗ് രാവിലെ മുതൽ ഈവനിങ് വരെ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ആളെ നിങ്ങൾ ഗുഡ് ഡേ എന്ന് വിഷ് ചെയ്യാണ്. സോ ഗുഡ് മോർണിംഗ്, ഗുട്ടൻ മോർഗൻ, മോർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുട്ടൻ ടാഗ്. സോ മെയിൻലി മനസ്സിലാക്കുക, അതിന്റെ അർത്ഥം വരുന്നത് ഗുഡ് ഡേ എന്നാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡേയിൽ യൂസ് ചെയ്യാം. ബട്ട് നമ്മളുടെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ ടൈമിലാണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. ഗുഡ് ഈവനിങ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഗുട്ടൻ ആബൻഡ്, ഗുട്ടൻ ആബൻഡ്. സോ ആബൻഡ് ഈവനിങ് എന്നുള്ള അർത്ഥമാണ്. ഗുട്ടൻ ആബൻഡ്, ഗുഡ് ഈവനിങ്, ഗുട്ടൻ ആബൻഡ്. ഇനി ശ്രദ്ധിക്കുക, ഗുഡ് നൈറ്റ് വരുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ്? ഇപ്പൊ ഗുഡ് മോർണിംഗും ഗുഡ് ഡേയും അതുപോലെ ഗുഡ് ഈവനിങ് ഒക്കെ വന്ന സമയത്ത് ഗുട്ടൻ എന്നുള്ള വാക്കുണ്ടായിരുന്നു. ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ ടാഗ്, ഗുട്ടൻ ആബൻഡ്. പക്ഷേ ഗുഡ് നൈറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഗുട്ടെ നാക്ട്, ഗുട്ടെ നാക്ട് എന്നാണ് വരുന്നത്. അവിടെ ഗുട്ടൻ എന്ന് വരുന്നില്ല, അവിടെ വരുന്നത് ഗുട്ടെ, ഗുട്ടെ നാക്ട്. ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ ടാഗ്, ഗുട്ടൻ ആബൻഡ്, ഗുട്ടെ നാക്ട്, ഗുട്ടെ നാക്ട്. അവിടെ മാത്രമാണ് ഗുട്ടൻ എന്ന് വരാത്തത്. അപ്പൊ ഈ ഒരു സെഗ്മെന്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഗുഡ് നൈറ്റ് വരുന്ന സമയത്ത് മാത്രം ഗുട്ടെ എന്നുള്ള എക്സ്പ്രഷൻ ആണ് വരുന്നത്. സോ ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ ടാഗ്, ഗുട്ടൻ ആബൻഡ്, ഗുട്ടെ നാക്ട്. ഇനി ഇതിൽ എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം? നിങ്ങൾ ഒരാളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മോനെയൊക്കെ രാവിലെ വിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഗുട്ടൻ മോർഗൻ. ഉറങ്ങുന്നതിന്റെ മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഗുട്ടെ നാക്ട്. ഇനി ആഫ്റ്റർനൂൺ സമയങ്ങളിലാണെങ്കിൽ ഗുട്ടൻ ടാഗ്, ഈവനിങ്ങിലാണെങ്കിൽ ഗുട്ടൻ ആബൻഡ്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻസ് നിങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾ അവരെ വിഷ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ജർമ്മനിൽ ഞാൻ പഠിച്ചിരുന്നത് ഗുട്ടൻ മോർഗൻ ആയിരുന്നു, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് രാവിലെ എന്നുള്ളതിന് ജർമ്മനിൽ പറയുന്ന മോർഗൻ ആണ്, ഡേ എന്നുള്ളതിന് ജർമ്മനിൽ പറയുന്ന ടാഗ് എന്നാണ്. ഈവനിങ് ആകുന്ന സമയത്ത് ഇപ്പൊ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഓക്കെ ഇത് ഈവനിങ്ങിന് ജർമ്മനിൽ ടാഗ് എന്നാണ് പറയാ. സോറി, ആണോട്ടെ.
ഇപ്പൊ ഈവനിങ് ആവുന്ന സമയത്ത് നിങ്ങൾ ആ ഈവനിങ്ങിന് പറയുന്നത് ആബൻഡ് ആണെന്ന് പറയാം. ഇനി നൈറ്റ് ആകുന്ന സമയത്ത് ഓക്കെ ഇത് രാത്രിയായി, നൈറ്റിന് നാക്ട് എന്നാണ് പറയാ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾ സാധാ ചിന്തിക്കുന്നിടത്ത് നിന്ന് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് ചിന്തിക്കുക. രാത്രിയായി എന്ന് ചിന്തിക്കുന്ന സമയത്ത് രാത്രിയായി, രാത്രിക്ക് എന്താണ് ജർമ്മനിൽ പറയാന്ന് കൂടെ ചിന്തിക്കുക. രാവിലെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ഓക്കെ രാവിലെ ആയി, ജോലിക്ക് പോകാനായി എന്ന് പറയുന്ന സമയത്ത് രാവിലെ ആയി, രാവിലേക്ക് ജർമ്മനിൽ പറയുന്നത് മോർഗൻ ആണ്. ഇങ്ങനെ ഒരു ചെറിയ എക്സ്പാൻഷൻ നിങ്ങളുടെ തിങ്കിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജർമ്മനിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് ഇത്രേ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ തോട്ട് ഒന്ന് ചെറുതായിട്ട് എക്സ്പാൻഡ് ചെയ്യുക, അവിടെ നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലാംഗ്വേജിൽ ഗ്രോ ചെയ്യാൻ പറ്റും. ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഈ ഗ്രീറ്റിംഗ്സ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തന്നു. കാരണം ഏത് ഭാഷ പഠിക്കുന്ന സമയത്തും ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന്റെ ആൽഫബറ്റ്സ് നമ്പേഴ്സിലോട്ട് ജമ്പ് ചെയ്യരുത്. അതിന്റെ മുന്ന് ചെറുതായിട്ടൊരു വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഷയിൽ അറിയുന്നതും അതുപോലെ ആ ഭാഷയിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ പഠിക്കാൻ. സോ അതായിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആൽഫബറ്റ്സിലോട്ട് ജമ്പ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ജർമ്മൻ ഭാഷയിൽ എത്ര ആൽഫബറ്റ്സ് വരുന്നുണ്ട്? ഇപ്പോൾ കുറേ പേർക്കുള്ള ഒരു സംശയമാണ്. ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് പല കോളുകൾ വരുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ അതിലെ ഭാഷ അല്ലെങ്കിൽ ഈ ജർമ്മൻ ഭാഷയിൽ എങ്ങനെയാണ് എഴുതുന്നത്, അത് ഇംഗ്ലീഷ് പോലെ തന്നെയാണോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആൽഫബറ്റ്സ് പഠിക്കുന്ന സമയത്ത് ജർമ്മനിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. കാരണം ഇംഗ്ലീഷിലെ സെയിം 26 ആൽഫബറ്റ്സ് ആണ് ജർമ്മനിൽ ഫസ്റ്റ് വരുന്നത്. അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 4 ആൽഫബറ്റ് ഉള്ളൂ. അപ്പൊ ആ ഒരു ഡൗട്ട് നിങ്ങൾ ഇതോടുകൂടെ ക്ലിയർ ആക്കുക. ജർമ്മൻ എഴുതുന്നത് ഇംഗ്ലീഷ് എഴുതുന്ന പോലെ തന്നെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽഫബറ്റ് ഒന്നും അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കൊന്നും വേണ്ട. അപ്പൊ ഇത് ജർമ്മൻ ഭാഷ പഠിക്കുന്നവർക്ക് ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ഇംഗ്ലീഷ് ആ ആൽഫബറ്റ്സ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ ആൽഫബറ്റ്സ് എന്നുള്ള 26 ആൽഫബറ്റും ജർമ്മനിൽ അതുപോലെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്, എത്ര ആൽഫബറ്റ്സ് ആണ് ജർമ്മനിൽ വരുന്നത്? ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ 26 ആൽഫബറ്റ്സ് ആണ് വരുന്നത്. സോ ജർമ്മൻ ലാംഗ്വേജിൽ വരുന്നത് 30 ആൽഫബറ്റ് അല്ലെങ്കിൽ 30 ആൽഫബറ്റ്സ് ആണ് ജർമ്മൻ ഭാഷയിൽ വരുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ 30 ആൽഫബറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആൽഫബറ്റ് പഠിക്കുന്നത്? ഈ ഒരു കാര്യങ്ങളൊക്കെ ആവും നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഭാഷ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ആൽഫബറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ വാക്കിന്റെ ഉച്ചാരണം അറിയുന്ന സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സ്പെല്ല് ചെയ്ത് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് ആൽഫബറ്റ്സ് അറിയേണ്ടതുണ്ട്. അതുപോലെ നിങ്ങളൊരു ടീച്ചിങ് പ്രൊഫഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആൽഫബറ്റ്സ് അറിയണം. അപ്പൊ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ആൽഫബറ്റ്സിന് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അത് തന്നെയാണ്, ജർമ്മൻ ലാംഗ്വേജിൽ ഏതൊക്കെ ആൽഫബറ്റ്സ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 30 ആൽഫബറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടി, 26 ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ സെയിം ആണ് എന്നുള്ളത്. ഇനി ഞാൻ ഇവിടെ എഴുതുന്ന ആൽഫബറ്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. കാരണം ഈ ആൽഫബറ്റിന് എന്താണ് ജർമ്മനിൽ പറയാന്നുള്ളതാണ് നമ്മൾ അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് എഴുതാൻ പോകുന്നത്. സോ ജസ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഓരോ ആൽഫബറ്റ് എഴുതി തുടങ്ങാം. ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ വരുന്ന ആൽഫബറ്റ്സ് ആണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ വരുന്ന 26 ആൽഫബറ്റ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ജർമ്മനിലും എഴുതേണ്ടത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിലും സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിലൊക്കെ എങ്ങനെയാണോ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് സെയിം പാറ്റേണിലാണ് ജർമ്മനിൽ എഴുതുന്നത്. മറന്നു പോകരുത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 30 ആൽഫബറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാനിവിടെ ഫസ്റ്റ് 26 ആൽഫബറ്റ് എഴുതിയിട്ടുള്ളൂ. കാരണം ഇതാണ് നിങ്ങൾക്ക് പരിചയമുള്ള ആൽഫബറ്റ്സ്. അപ്പൊ ലാംഗ്വേജ് ഇങ്ങനെയാണ് നിങ്ങൾ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്ത് പോകേണ്ടത്. അതായത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും അതുപോലെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കണം. നമ്മൾ ഗ്രീറ്റിംഗ്സിൽ അതാ ചെയ്തത്. നമ്മൾ ഗ്രീറ്റിംഗ്സ് പഠിച്ച സമയത്ത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളും ഇതിൽ പഠിക്കുന്ന കാര്യവും ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. സെയിം പോലെ ആൽഫബറ്റിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ജർമ്മൻ ഭാഷയിൽ 30 ആൽഫബറ്റ് ഉണ്ട്, അതിനും ഇംഗ്ലീഷിനും ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതായത് 26 ആൽഫബറ്റും എഴുതുന്നതും അതുപോലെ അത് ക്യാപിറ്റൽ ആയാലും സ്മോൾ ആയാലും ഒക്കെ എഴുതുന്നത് സെയിം ആണെന്നുള്ളത്. സോ ആ ഫസ്റ്റ് 26 ആൽഫബറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഓരോ ആൽഫബറ്റിനും എന്താണ് ജർമ്മനിൽ പറയാന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എ എന്നുള്ള ആൽഫബറ്റിന് എന്ത് ജർമ്മനിൽ പറയുന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്ത് വെക്കാം. എ എന്നുള്ളതിന് ജർമ്മനിൽ പറയുന്നത് ആ എന്നാണ് പറയാ. ഇപ്പൊ ഈ ഒരു വാക്ക് പറയുന്ന സമയത്ത് നിങ്ങൾ വരുത്തുന്ന ഒരു മേജർ മിസ്റ്റേക്ക് പറഞ്ഞുതരാം. കുറെ പേര് ഇത് ആ എന്ന് വായിക്കും, അതായത് ചെറിയൊരു എലോങ്ങേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നീളം കൊടുത്തിട്ട് വായിക്കും. ജർമ്മനിൽ എപ്പോഴും ചെറിയ ടൂണ് കൊടുത്തിട്ട് പഠിക്കണം. ഇപ്പൊ നിങ്ങൾ ഹലോ മൈൻ നാമെ ഇസ്റ്റ് എന്ന് പറയുന്ന സമയത്തും
പല ആളുകളും, കാരണം നമ്മൾ മലയാളം പഠിച്ച് വളർന്ന ആളുകളായതുകൊണ്ട് ഹാലോ മൈൻ നാമേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോങ് ആയിട്ടുള്ള ട്യൂണാണ് കൊടുക്കുക. സോ ഒരിക്കലും ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് എലോങ്ങേറ്റ് ചെയ്ത് കൊടുക്കരുത്. ഹലോ മൈൻ നാമെ ഇസ്റ്റ്, ഭയങ്കര ഷോർട്ട് ട്യൂൺ ആക്കുക. അതുകൊണ്ട് തന്നെയാണ് എ പറഞ്ഞ സമയത്ത് ഞാൻ ആ എന്ന് പറഞ്ഞ് നീട്ടാതെ ആ. എ എന്നുള്ളതിന്റെ ജർമ്മൻ ആണ് ആ. ഇനി നെക്സ്റ്റ് ബി വരുന്ന സമയത്ത് ബേ. ബി എന്നുള്ളതിന്റെ ജർമ്മൻ ആണ് ബേ. ആ ബേ, ആ ബേ. സി വരുന്ന സമയത്തും സിമിലർ സൗണ്ട് ആണ് സെ. ആ ബേ സെ, ആ ബേ സെ. ഡി വരുന്ന സമയത്ത് ഡേ. ആ ബേ സെ ഡേ, ആ ബേ സെ ഡേ. ഇനി ഈ വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ഇതും ഈ എയും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ എ എന്നുള്ളതിന് ജർമ്മനിൽ ആ എന്നാണ് പഠിച്ചത്. ജർമ്മനിൽ ഈ പറയുന്ന സമയത്ത് നമ്മൾ സാധാ എ എന്നുള്ള ഇതാണ് യൂസ് ചെയ്യുക. ഓക്കെ, എ. ഇ എന്നുള്ളതിന്റെ ജർമ്മൻ ആണ് എ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു കണക്ഷൻ പഠിച്ചു വെക്കുക. ആ ബേ സെ ഡേ എ, ആ ബേ സെ ഡേ എ. എഫ് വരുന്ന സമയത്ത് കാര്യമായിട്ട് ഒന്നും പഠിക്കാനില്ല. ഇംഗ്ലീഷിൽ എങ്ങനെയാണോ നിങ്ങൾ എഫ് പറയുന്നത് സെയിം പോലെയാണ് ജർമ്മനിലും പറയുന്നത്. ജി വരുന്ന സമയത്ത് ഗെ, ഗെ. എഫ് ഗെ. ഓക്കെ, എഫ് ഗെ. എച്ച് വരുന്ന സമയത്ത് ഹ, ഹ. ആ ബേ സെ ഡേ എ എഫ് ഗെ ഹ. ഇനി ഐ വരുന്ന സമയത്ത് നെക്സ്റ്റ് കണക്ഷൻ നിങ്ങൾ പഠിക്കാം. ഇപ്പൊ ഇ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിലെ എ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സെയിം പോലെ ഐ വരുന്ന സമയത്ത് ഇ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഇ. ആ ബേ സെ ഡേ എ എഫ് ഗെ ഹ ഇ. ജെ എന്നുള്ള ആൽഫബറ്റിന് ജർമ്മനിൽ പറയുന്നതാണ് യോട്ട്, യോട്ട്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ആൽഫബറ്റ്സ് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അത് വീഡിയോയുടെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഭാഷ പഠിക്കുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, അതായത് ഇമിറ്റേറ്റ് ചെയ്യുക. ഒരാൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. അല്ലാതെ നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടതുകൊണ്ട് കാര്യമല്ല, അത് പറയുന്ന സമയത്ത് നിങ്ങളും ഇതിൻ്റെ കൂടെ പറഞ്ഞു നോക്കണം. ഓക്കെ, സോ ആൽഫബറ്റ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. നമ്മൾ ഇത്ര എഴുതിയത് വരെയുള്ളത് ആ ബേ സെ ഡേ എ എഫ് ഗെ ഹ ഇ യോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കെ എന്നുള്ളതിന്റെ ജർമ്മൻ, അല്ലെങ്കിൽ കെ എന്നതിന് ജർമ്മനിൽ എന്ത് പറയും? കെ എന്നുള്ളതിന് ജർമ്മനിൽ നിങ്ങൾ പറയുന്നത് ഖ, ഖ. കെ എന്നതിന് ഖ എന്ന് പറയും. ഇനി ഭയങ്കര സിമ്പിൾ ആണ്. എൽ എം എൻ ഒ വരെ. എൽ എന്നതിന് എൽ തന്നെ, എം എന്നതിന് എം തന്നെ, എൻ എന്നതിന് എൻ തന്നെ, ഒ എന്നതിന് ഒ. സോ എൽ എം എൻ ഒ സെയിം ആയിട്ട് നിങ്ങൾക്ക് വായിക്കാം. എൽ എം എൻ ഒ. കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പി വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ബിയും സി ഒക്കെ പറഞ്ഞ സെയിം പാറ്റേൺ നിങ്ങൾ യൂസ് ചെയ്യാം. പേ. പി വരുന്ന സമയത്ത് പേ. ആ ബേ സെ ഡേ എ എഫ് ഗെ ഹ ഇ യോട്ട് ക എൽ എം എൻ ഒ പേ. നെക്സ്റ്റ് ക്യൂ വരുന്ന സമയത്ത് കു, കു. ക്യൂ വരുന്ന സമയത്ത് കു. ആറ് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ ഒരു മെത്തേഡിൽ പഠിക്കാം. ശരിക്ക് ആർ എന്നുള്ളതിന്റെ ജർമ്മൻ എഹ് എന്നാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എർ എന്ന് പറഞ്ഞിട്ട് പഠിക്കണം. ഓക്കെ, സോ എർ എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആർ എന്നുള്ളതിന് എഹ് എന്ന് ട്രൈ ചെയ്യാം. കിട്ടുന്നില്ലെങ്കിൽ എർ എന്ന് പഠിക്കുക. ഇനി എസ് എന്നതിന് സാധാ എസ് തന്നെയാണ് പറയുന്നത്. ടി വരുന്ന സമയത്ത് ടെ, ടെ. എസ് ടെ. യു എന്നതിന് ഉ.
ഇനി വി വരുന്ന സമയത്ത് ഡിഫറൻസ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. വി എന്നതിന് ഫൗ, ഫൗ. വി എന്നതിന് ഫൗ. ഡബ്ല്യു എന്നതിന് വേ. എക്സ് എന്നതിന് ഇക്സ്. വൈ എന്നതിന് ഉപ്സിലോൺ. സെഡ് എന്നതിന് സെറ്റ്. സോ ഈ ഒരു പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്ട്, കുറച്ച് ബൈഹേർട്ട് ചെയ്യാണ്ട്. അതായത് എന്താണ് വി എന്നതിന് പറയാ, എന്താണ് ഡബ്ല്യുക്ക് പറയാ, എന്താണ് എക്സിന് പറയാ, വൈ, സെഡ്. സോ വി എന്നതിന് ഫൗ, ഡബ്ല്യു വേ, എക്സ് ഇക്സ്, വൈ ഉപ്സിലോൺ, സെഡ് സെറ്റ്. ഇത്രയാണ് ഫസ്റ്റിലെ 26 ആൽഫബറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ആൽഫബറ്റ്സിൽ നിങ്ങൾ ഇത്ര നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങൾക്ക് അറിയുന്ന, അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കുന്ന സമയത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിന് വരുന്നില്ല. കാരണം ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ അ, ബെ, സെ, ഡെ, എ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വരുന്നത് മാത്രമാവും നിങ്ങളൊന്ന് കുറച്ച് സ്ട്രെസ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഐഡിയ യൂസ് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ ഈ ഒരു സെഗ്മെന്റ് വരുന്ന സമയത്തും എഫ് സിമ്പിളായിട്ട്, ഗെ കുറെ ആൾക്കാർ കൊടുത്ത് വെക്കും എന്തായാലും. എച്ച് എന്ന് വരുന്ന സമയത്ത് ഹ, ഐ വരുന്ന സമയത്ത് ഇ, ജെ വരുമ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സ്ട്രെസ് എടുത്തിട്ട്, അതായത് ജെ എന്നുള്ളതിന് യോട്ടാണെന്ന് പഠിക്കേണ്ടി വരും. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ വരുമ്പോൾ കെ എന്നുള്ളതിന്റെ ഖ മാത്രം പഠിച്ചാൽ മതി. പിന്നെ എൽ, എം, എൻ, ഒ. ഇനി പി വരുന്ന സമയത്ത് പേ, ക്യൂ വരുന്ന സമയത്ത് കു, ആർ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഹ് എന്ന് പറഞ്ഞു പഠിക്കാം, ഇല്ലെങ്കിൽ എർ എന്ന് പറഞ്ഞു പഠിക്കാം. എസ് എന്നുള്ളതിന് എസ്, ടി എന്നതിന് ടേ, യു വരുന്ന സമയത്ത് ഉ. ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ബൈഹേർട്ട് ചെയ്യണം. വി എന്നുള്ളതിന് ഫൗ, ഡബ്ല്യു വേ, എക്സ് ഇക്സ്, വൈ ഉപ്സിലോൺ, സെഡ് വരുന്ന സമയത്ത് സെറ്റ്. അപ്പൊ 26 ആൽഫബറ്റ്സ് ഇതാണ്. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, 30 ആൽഫബറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എവിടെയാണ് 30? അല്ലെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള 4 ആൽഫബറ്റ്സ് ഏതാണ്? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ഏതാണ് ജർമ്മൻ ലാംഗ്വേജിൽ വരുന്ന 4 ആൽഫബറ്റ്സ്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണേണ്ട ഡിഫറൻസ് എന്ത്? അപ്പോൾ നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും പഠിച്ച സമയത്ത് ഇത്ര ആൽഫബറ്റ്സേ പരിചയമുള്ളൂ. അപ്പൊ ഇനി ജർമ്മനിൽ വരുന്ന അഡീഷണൽ ആയിട്ടുള്ള ആൽഫബറ്റ്സ് ഏതാ, അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കുക, കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പെൻ എടുത്ത് 2 ഡോട്ട് ഇടാൻ അറിഞ്ഞാൽ മതി, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. സോ ഏതാണ് നെക്സ്റ്റ് വരുന്ന ആൽഫബറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം വരുന്നതെന്ന് പറയുന്നത്, ഇതിന്റെ ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ സ്മോൾ ലെറ്ററും ഞാൻ എഴുതുന്നുണ്ട്. ഓക്കെ. സോ ഞാൻ ഇത് ആൽഫബറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ എക്സ്ട്രാ വരുന്ന 4 ആൽഫബറ്റ് പഠിക്കാൻ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, 2 ഡോട്ട് ഇടാൻ അറിഞ്ഞാൽ മതി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവും, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എ എന്നുള്ള ആൽഫബറ്റ്, അതായത് നമ്മളുടെ ജർമ്മനിൽ ആ എന്ന് പറയുന്ന ആൽഫബറ്റ് എഴുതി മുകളിൽ 2 ഡോട്ട് ഇട്ടു. ഒ എന്ന് പറയുന്ന ആൽഫബറ്റ് എഴുതി മുകളിൽ 2 ഡോട്ട് ഇട്ടു. പിന്നെ യു അല്ലെങ്കിൽ ജർമ്മനിൽ ഉ എന്ന് പറയുന്ന ആൽഫബറ്റ് എഴുതി മുകളിൽ 2 ഡോട്ട് ഇട്ടു. ഇനി നിങ്ങൾക്ക് മാത്സ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ അറിയുന്നുണ്ടാവില്ല, എന്നാലും അറിയുന്നവർ, സയൻസ് അറിയുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയുന്നുണ്ടാവും. നിങ്ങളുടെ ബീറ്റ എന്ന് പറയുന്ന ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന ഈ ഒരു ആൽഫബറ്റുമാണ് ജർമ്മനിൽ വരുന്നത്. ഇത് നിങ്ങൾ കീബോർഡിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ആൽഫബറ്റ് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. സോ ഈ 4 ആൽഫബറ്റ്സ് ആണ് വരുന്നത്. ഇത് ജസ്റ്റ് കീബോർഡിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നതാണ്. അപ്പൊ ഈ 4 ആൽഫബറ്റ് ആണ് ജർമ്മനിൽ അഡീഷണലി വരുന്നുള്ളൂ. കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ എന്ന് പറയുന്ന ആൽഫബറ്റ് മുകളിൽ 2 ഡോട്ട് വന്നിട്ടുണ്ട്. ഒ എന്ന് പറയുന്ന ആൽഫബറ്റ് മുകളിൽ 2 ഡോട്ട് വന്നിട്ടുണ്ട്. ഉ എന്ന് പറയുന്ന ആൽഫബറ്റ് മുകളിൽ 2 ഡോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആൽഫ ബീറ്റയിലെ ബീറ്റ പോലെയുള്ള ഒരു ആൽഫബറ്റ്. ഇനി ഇതിനൊക്കെ എന്താണ് അറിയപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ ആദ്യം മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എഴുതിയ ഈ 2 ഡോട്ടിന് എന്ത് ജർമ്മനിൽ പറയും? ഇതിന് പറയുന്നത് ഉംലൗട്ട് എന്നാണ് പറയാ, ഉംലാവ്. സോ എ എന്ന് പറയുന്ന ആൽഫബറ്റിന് മുകളിലാണ് ഉംലാവ് വന്നിരിക്കുന്നത്. എ എന്നുള്ളതിന് നമ്മൾ ഓൾറെഡി ജർമ്മനിൽ പഠിച്ചു, ആ. സോ ഈ ഒരു ആൽഫബറ്റ് അറിയപ്പെടുന്നത് ആ ഉംലാവ്, ആ ഉംലാവ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒ എന്ന് പറയുന്ന ആൽഫബറ്റിന് മുകളിലാണ് ഉംലാവ് വന്നിരിക്കുന്നത്. സോ ഇത് അറിയപ്പെടുന്നത് ഓ ഉംലാവ്, ഓ ഉംലാവ്.
അടുത്തത് വന്നിരിക്കുന്നത് യു എന്ന് പറയുന്ന യു എന്നുള്ളതിന് നമ്മൾ ജർമ്മനിൽ പഠിച്ചു ഉ എന്നാണെന്നുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ ഇതിന്റെ ആൻസർ വന്നിട്ടുണ്ടാവും ഉ ഉംലാവ്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു ആൽഫബറ്റ് ആണ്. ഈ ഒരു ആൽഫബറ്റ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ച എസ് എന്ന് പറയുന്ന ആൽഫബറ്റിന്റെയും സെഡ് എന്ന് പറയുന്ന ആൽഫബറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. നമ്മൾ എസ്സിന് എന്താ ജർമ്മനിൽ പഠിച്ചത്? അതെ, എസ്. സെഡ് എന്നതിന് നമ്മൾ സെറ്റ്. ഇത് രണ്ടും ഒന്ന് കൂട്ടി വായിച്ചാൽ മതി. എസെറ്റ് എന്നാണ് ഈ ആൽഫബറ്റ് അറിയപ്പെടുന്നത്. എസെറ്റ്. ഓക്കെ, എസെറ്റ് എന്നാണ് ഈ ആൽഫബറ്റ് അറിയപ്പെടുന്നത്. അതായത് എസ്, സെഡിന് പഠിച്ചത് സെറ്റ്, എസെറ്റ്. സോ ഇതാണ് ജർമ്മൻ ലാംഗ്വേജിൽ വരുന്ന 4 ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. അ ഉംലാവു, ഒ ഉംലാവു, ഉ ഉംലാവു, എസെറ്റ്. അ ഉംലാവു, ഒ ഉംലാവു, ഉ ഉംലാവു, എസെറ്റ്. അപ്പൊ ഇത്രയും ആൽഫബറ്റ്സ് ആണ് ജർമ്മൻ ലാംഗ്വേജിൽ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ജർമ്മനിലെ ആൽഫബറ്റ്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് ഒന്നുമില്ല. ഇംഗ്ലീഷിലെ 26 ആൽഫബറ്റ് അതേപോലെയും അഡീഷണലി ഈ 4 ആൽഫബറ്റും. പക്ഷെ ഇതിന് എന്താണ് പറയാന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ ആൽഫബറ്റ് പഠിച്ചതെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇത് എവിടെ യൂസ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്? ഇത് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ആൽഫബറ്റ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരമാണുള്ളത്? ജർമ്മനിൽ വരുന്ന 26 + 4 30 ആൽഫബറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ആൽഫബറ്റ്സ് അതുപോലെ അതിന്റെ മുന്നേ ഗ്രീറ്റിംഗ്സ് നമ്മൾ പഠിച്ചു. ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് നമ്മളിത് പഠിച്ചത് വെറുതെ ഒന്നുമല്ല. ഇപ്പൊ ഗ്രീറ്റിംഗ്സ് പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു, അത് പഠിക്കാനുള്ള ഏറ്റവും നല്ല ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അത് അപ്ലൈ ചെയ്തു തുടങ്ങാം. സെയിം പോലെയാണ് ആൽഫബറ്റും നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് പഠിക്കാനുള്ള ഏറ്റവും ഈസി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആദ്യം എടുക്കുന്ന മൊബൈൽ ഫോൺ ആവും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കാണുന്നത് ചിലപ്പോൾ ഒരു കലണ്ടർ ആയിരിക്കും. സോ നിങ്ങളുടെ ലൈഫ് പലരുടെയും പല സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡേയിൽ പല ആൽഫബറ്റ്സ് കടന്നു പോകുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങളൊരു ബോർഡ് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ എടുക്കുന്ന സമയത്ത് ടൈമിന്റെ താഴെയുള്ള ആ ഒരു ഡേയുടെ ആൽഫബറ്റ്സ്, അങ്ങനെ പല ആൽഫബറ്റ്സും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജ് പഠിച്ച് ആൽഫബറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇത് അപ്ലൈ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ധരിക്കുന്ന ഒരു ടീഷർട്ടിൽ ചിലപ്പോൾ വാക്കുകളായിരിക്കും നിങ്ങൾ കാണുന്നത്. അത് നിങ്ങൾ ജർമ്മനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എം എന്നുള്ള ഒരു ആൽഫബറ്റ് ആണെങ്കിൽ എന്താണ് ജർമ്മനിൽ എമ്മിന് പറയാന്നുള്ളത് നിങ്ങൾ തോട്ട് ചെയ്യണം. അപ്പോഴാണ് ലാംഗ്വേജ് പ്രോസസ് ആവുക. അപ്പൊ ലാംഗ്വേജ് പഠിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ വർക്കിന് പോകുന്ന സമയത്ത് ഇതുപോലെ പല വാക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു സ്കൂൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ആ സ്കൂൾ ബസ് എഴുതിയതിന്റെ സ്പെല്ല് നിങ്ങൾ ജർമ്മനിൽ പറയാൻ നോക്കുക. സ്കൂൾ ബസ്സിലെ എസ്സിന് എസ് തന്നെയാണ്, സി എന്നുള്ളതിന് സേ ആണ്, എച്ച് എന്നുള്ളതിന് ഹായ് ആണ്. അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി പറഞ്ഞ ഗ്രീറ്റിംഗ്സും ആൽഫബറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഡിഫറെന്റ് ഒരു സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സാധാ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്ന വാക്കുകൾ ജസ്റ്റ് ഒന്ന് ജർമ്മനിൽ റിമൈൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യമാണ് കുറെ ആളുകൾ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇത്ര നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾ ഈ വീഡിയോ കാണാനോ അല്ലെങ്കിൽ ഇവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും, എന്നിട്ട് നിങ്ങൾ ഇത് വർക്കൗട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ മതി. കാരണം ഞാൻ ജർമ്മൻ പഠിച്ചത് അങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ട്സ് ജർമ്മൻ പഠിക്കുന്നത് അങ്ങനെയാണ്, അതുപോലെ പല ലാംഗ്വേജ് പഠിക്കുന്നതും ഈ ഒരു പാറ്റേണിലാണ്. സോ ഇത് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പൊ ജർമ്മനിൽ നമ്മൾ ആൽഫബറ്റ് പഠിച്ചു കഴിഞ്ഞു. ഈ ആൽഫബറ്റ് വരുന്ന സമയത്ത് ഇനിയുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷുമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ വായിക്കുന്നത് ഇംഗ്ലീഷ് പോലെ തന്നെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരാം. ഇപ്പൊ നമ്മൾ ആൽഫബറ്റ് എഴുതിയപ്പോൾ 26 ആൽഫബറ്റും ഇംഗ്ലീഷിലെ സിമിലർ ആൽഫബറ്റ് ആയിരുന്നു. അപ്പൊ ജർമ്മൻ ഭാഷയും വായിക്കുന്ന ഇംഗ്ലീഷ് പോലെ തന്നെയാണ്. അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് 98% വായിക്കുന്നത് എന്താണോ ജർമ്മനിൽ എഴുതിയത് അത് തന്നെയാണ് വായിക്കുക. വേറെയുള്ള ഫോറിൻ ലാംഗ്വേജ് ഫ്രഞ്ച് അതൊക്കെ പോലെ എഴുതുന്ന ഒന്നും വായിക്കുന്ന ഒന്നും അല്ല ജർമ്മനിൽ വരുന്നത്. എന്താണോ നിങ്ങൾ എഴുതുന്നത് അത് വായിച്ചാൽ മതി. അല്ലാതെ അവിടെ നിങ്ങൾ ഇന്ന വാക്ക് സൈലന്റ് ആക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല. ജർമ്മനിൽ എന്ത് നിങ്ങൾ എഴുതുന്നോ അല്ലെങ്കിൽ ഏതൊക്കെ ആൽഫബറ്റ് വരുന്നോ അതൊക്കെ ഉച്ചരിക്കുക, അതൊക്കെ വായിക്കാം. അപ്പൊ ആ സമയത്ത്
ചില എക്സെപ്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണും നമ്മൾ എസ് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത് അത് ജ അല്ലല്ലോ വായിക്കുന്നത്, യാ അല്ലേ വായിക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് വന്നു കാണും. സോ സെയിം പോലെ ജർമ്മനിൽ അത്തരത്തിലുള്ള എക്സെപ്ഷൻസ് എന്തൊക്കെയാ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരുന്ന ആൽഫബറ്റ് ഏതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട് ചെയ്യുക ഏതൊക്കെ ആൽഫബറ്റ്സ് ആണ് വരുന്ന സമയത്ത് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളത്. ആദ്യത്തേത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയുന്ന പോലെ തന്നെ ജെ വരുന്ന സമയത്ത് നിങ്ങൾ ഉച്ചരിക്കുന്നത് ഏകദേശം വൈ ആയിട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു വാക്ക് യെസ് എന്നതിൻ്റെ ഇത് ജ അല്ലായിരുന്നു യ, കാരണം ജെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിലെ വൈ ആയിട്ട് ഉച്ചരിക്കാം. ഇനി വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ നമ്മളുടെ ജർമ്മനിൽ ജാക്കറ്റ് എന്ന് പറയുന്ന വാക്ക് യാക്ക്. സോ ജെ വരുന്ന സമയത്ത് അത് ജാക്ക് എന്നല്ല യാക്ക് എന്നാണ് വായിക്കുന്നത്. സോ ജാക്കറ്റിന് യാക്ക്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ജർമ്മൻ ലാംഗ്വേജിൽ എവിടെ ജെ വരുന്ന സമയത്തും വൈ ആയിട്ട് ഉച്ചരിക്കാം. നെക്സ്റ്റ് വരുന്നത് വി വരുന്ന സമയത്ത് എഫ് ആയിട്ട് ഉച്ചരിച്ചു തുടങ്ങാം. ഓക്കെ, ജർമ്മനിൽ എവിടേക്കാണോ വി വരുന്നത് അവിടെ നിങ്ങൾ എഫ് ആയിട്ട് ഉച്ചരിക്കുക. ഇത് പഠിക്കാനും നിങ്ങൾ സ്പെഷ്യൽ എഫേർട്ട് ഒന്നും എടുക്കണ്ട. നിങ്ങൾ റോഡിൽ ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കാർ കമ്പനി ഉണ്ടാവും, ഫോക്സ് വാഗൻ. ഓക്കെ, സോ ഈ ഒരു ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്ന ഒരു കാർ കമ്പനി ആവും ഫോക്സ് വാഗൻ. ഇത് കുറെ ആളുകൾ ഇപ്പോഴും വോൾക്സ് വാഗൻ എന്ന് വായിക്കുന്നുണ്ട്. തെറ്റാണ്, ഫോക്സ് വാഗൻ. കാരണം വി വരുന്ന സമയത്ത് ജർമ്മനിൽ ഉച്ചരിക്കുന്നത് എഫ് ആയിട്ടാണ് ഉച്ചരിക്കുക. സോ ഫോക്സ് വാഗൻ, വി വരുന്നതുകൊണ്ട് എഫ് ആയിട്ട് ഉച്ചരിക്കുന്നു, ഫോക്സ് വാഗൻ. ഓക്കെ, നെക്സ്റ്റ് ഉച്ചാരണം ചേഞ്ച് എന്ന് പറയുന്നത് എസ് വരുന്ന സമയത്താണ്. എസ് വരുന്ന സമയത്ത് നിങ്ങൾ സെഡ് ആയിട്ട് ഉച്ചരിക്കണം. എസ് വെച്ചിട്ട് എന്തെങ്കിലും ജർമ്മൻ വാക്ക് വരുന്ന സമയത്ത് അത് നിങ്ങൾ സെഡ് ആയിട്ട് ഉച്ചരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജർമ്മനിൽ സോൾട്ട്, ഉപ്പിന് പറയുന്ന വാക്കാണിത്. ഇത് എസ് വെച്ചിട്ട് വായിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളുടെ മൈൻഡിൽ വന്ന ഒരു ഉച്ചാരണം എന്ന് പറയുന്നത് സാൽസ് എന്നായിരിക്കും. പക്ഷെ ഇത് വായിക്കുന്നത് സാൽസ്, 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 സാൽസ് എന്നാണ് സോൾട്ട് എന്നതിന് ജർമ്മനിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക, എസ് വരുന്ന സമയത്ത് സെഡ് ആയിട്ട് ഉച്ചരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ. സെയിം പോലെ സെഡ് വരുന്ന സമയത്ത് എസ് ആയിട്ട് ഉച്ചരിക്കണം. ഓക്കെ, അതായത് നേരെ വൈസ് വേഴ്സ. എസ് വരുമ്പോൾ സെഡ് ആയിട്ട് ഉച്ചരിക്കുന്നു, സെഡ് വരുന്ന സമയത്ത് എസ് ആയിട്ട് ഉച്ചരിക്കാം. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു വാക്കും സെഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് വായിക്കുന്നത് സുസാമൻ എന്നല്ല, സുസാമൻ, സുസാമൻ. സാ എന്ന് പറയുന്ന ശബ്ദത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടുഗെദർ എന്നുള്ള അർത്ഥമാണ് സുസാമൻ. ഓക്കെ, ഇനി ഫർദർ ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഏതുമല്ല, നമ്മൾ ആൽഫബറ്റ്സിന്റെ കേസ് പറഞ്ഞ സമയത്ത് മെയിൻലി പറഞ്ഞിരുന്നു ഉംലാവ് വരുന്ന വാക്കുകൾ. അതായത് അഡീഷണൽ ആയിട്ട് ജർമ്മൻ ലാംഗ്വേജിൽ വരുന്ന 4 ആൽഫബറ്റ് ഉണ്ടായിരുന്നു. ആ ഉംലാവ്, ഉ ഉംലാവ്, ഓ ഉംലാവ്, എസെറ്റ്. ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നെക്സ്റ്റ് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. സോ നോർമൽ ആൽഫബറ്റിൽ വരുന്ന ഡിഫറൻസസ് ആണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തത്. ജെ വരുമ്പോൾ വൈ ആയിട്ട് ഉച്ചരിക്കണം, വി വരുന്ന സമയത്ത് എഫ് ആയിട്ട് ഉച്ചരിക്കുക, എസ് വരുന്ന സമയത്ത് സെഡ് ആയിട്ട് ഉച്ചരിക്കുക, സെഡ് വരുമ്പോൾ എസ് ആയിട്ട് ഉച്ചരിക്കുക. അപ്പൊ ഇത് പഠിക്കാനും നിങ്ങൾ സ്പെഷ്യൽ എഫേർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ കാണുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോക്സ് വാഗൻ ഇതൊക്കെ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അത് വി ആവുമ്പോൾ എഫ് ആയിട്ട് ഉച്ചരിക്കേണ്ട വാക്കാണ്. ജെ കാണുന്ന സമയത്ത് അത് ഞാൻ എന്ത് ചെയ്യണം, യാ എന്ന് വായിക്കണം. പർട്ടിക്കുലർ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേരൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അത് വായിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു ഗോൾ കീപ്പർ ഉണ്ട്, പേര് വരുന്നത് SOMMER എന്നാണ് വരുന്നത്, ജർമ്മൻ. ഓക്കെ, സോ അത് വായിക്കുന്ന സമയത്ത് സൊമ്മർ എന്നല്ല വരുന്നത്, സൊമ്മർ. കാരണം എസ് എന്നുള്ള ആൽഫബറ്റ് വരുന്ന സമയത്ത് സെഡ് ആയിട്ട് ഉച്ചരിക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ ജർമ്മന്റെ പല പ്രൊഡക്ട്സും കാര്യങ്ങളും കാണാൻ പറ്റും. അതിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് നോർമൽ ആൽഫബറ്റ്സിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഉംലാവ് വരുന്ന ആ ഒരു വാക്കുകൾ എങ്ങനെ ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ആ ഉംലാവ്, ഓ ഉംലാവ്, ഉ ഉംലാവ്, എസെറ്റ്, ഇതൊക്കെയാണ് ആ ആൽഫബറ്റിന് പറയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതൊരു വാക്കിൽ വരുന്ന സമയത്ത് എങ്ങനെ ഉച്ചരിക്കണം, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ കൊടുക്കേണ്ട സ്റ്റൈൽ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇപ്പൊ നമുക്ക് വരുന്നതാണ് ആ ഉംലാവും,
ഫസ്റ്റ് ആൽഫബറ്റ് ആയിട്ട്. നെക്സ്റ്റ് വരുന്നത് ഒ ഉംലാവ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഉ ഉംലാവ്, ലാസ്റ്റ് വരുന്നത് എസെറ്റ്. അപ്പൊ ഈ ആ ഉംലാവു, ഒ ഉംലാവു, ഉ ഉംലാവു, എസെറ്റ് ഇത് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം? ഇത് എപ്പോഴും പഠിക്കുന്ന സമയത്ത്, കാരണം ഇത് പഠിക്കുന്ന സമയത്ത് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ആൽഫബറ്റ്സ് അല്ല. കാരണം പുതുതായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ എ മുതൽ സെഡ് വരെ ആൽഫബറ്റ് പഠിച്ച സമയത്ത് അത് നമുക്ക് പരിചയമുള്ള വാക്കുകളായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്നതാണ്. ഇത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. അതും ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മാക്സിമം പഠിക്കാൻ നോക്കുക. ഇപ്പൊ ഞാനിവിടെ 2 വാക്കുകൾ എഴുതാൻ പോകുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആ ഉംലാവ് എന്ന വാക്കിന്റെ ഉച്ചാരണം മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ അത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ജർമ്മൻ പഠിച്ച ഒരാളോട് ചോദിച്ചാൽ മതി, ഇത് ആ ഉംലാവ് വരുന്ന സമയത്ത് നിങ്ങൾ എത്ര തവണ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ A1 A2 B1 കഴിഞ്ഞ ഒരാള് ആ ഉംലാവ് വായിക്കുന്ന സമയത്ത് പല മിസ്റ്റേക്കും വരുന്നുണ്ട്. കാരണം അവർ പഠിച്ചത് എന്താ, ആ ഉംലാവ് വരുമ്പോൾ ഇങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളത് മാത്രം ഒരു തിയറി പഠിച്ചുകൊണ്ടാണ്. നേരെ മറിച്ചൊരു എക്സാമ്പിൾ വെച്ച് പ്രാക്ടിക്കൽ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം പഠിക്കാൻ. ഈ ഒരു ഫസ്റ്റ് വാക്ക് വായിക്കുന്നത് ആപ്ഫൽ. ആപ്ഫൽ. ഓക്കെ, ആപ്പിൾ എന്നുള്ളതിന്റെ ജർമ്മൻ ആണ് ആപ്ഫൽ. സെക്കൻഡ് നിങ്ങൾക്ക് ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസ് കാണാൻ പറ്റും. ഈ എ എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ മുകളിൽ ഞാൻ ഉംലാവ് ചേർത്തിട്ടുണ്ട്. സോ അത് വായിക്കുന്നത് എപ്ഫൽ. ആപ്ഫൽ, എപ്ഫൽ. സോ സ്ലൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സാധാ എ ആണെങ്കിൽ ആ എന്നുള്ള ശബ്ദം, ആ ഉംലാവ് വരുന്ന സമയത്ത് എ എന്നുള്ള ശബ്ദം. സോ ആപ്ഫൽ, എപ്ഫൽ, ആപ്ഫൽ, എപ്ഫൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ആ ഉംലാവിന്റെ ഉച്ചാരണം പഠിക്കുമ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക. അപ്പൊ വേറെ ഏത് വാക്ക് വരുന്ന സമയത്തും നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ ഇവിടെ ആ ഉംലാവ് ഉണ്ട്, ആ വന്ന സമയത്ത് ആപ്ഫൽ ആയിരുന്നു, ആ ഉംലാവ് വന്നപ്പോൾ ഞാൻ എ എന്നായിട്ട് വായിച്ചു. സോ ആപ്ഫൽ, എപ്ഫൽ, എ എന്നുള്ള ശബ്ദമാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു എ എന്നുള്ള ശബ്ദമാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒ ഉംലാവ് വരുന്ന സമയത്ത് ഇവിടെയും ഞാനൊരു ജർമ്മൻ വാക്ക് ആദ്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ജർമ്മൻ വാക്കല്ല, സെയിം വാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സെയിം വാക്ക് തന്നെ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. ഓക്കെ, സോ ആദ്യത്തേതിൽ ഒ ഉംലാവ് ഉണ്ട്, സെക്കൻഡിൽ വരുമ്പോൾ ഒ ഉംലാവ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് സാധാരണ വായിക്കുന്നത് ഓസ്റ്ററൈഷ് എന്നാണ് വായിക്കുക, ഓസ്റ്ററൈഷ്. ഇനി എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒ ഉംലാവിലോട്ട് മാറുന്ന സമയത്ത് ഞാനത് വായിക്കുന്നത് യോസ്റ്ററൈഷ്, യോസ്റ്ററൈഷ്, ഓസ്റ്ററൈഷ്, യോസ്റ്ററൈഷ്. സോ ഓ വരുന്ന സമയത്ത് സാധാ പോലെ ഓ പറഞ്ഞു, പക്ഷെ ഉംലാവ് വന്നപ്പോൾ എന്തായി, ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് യോസ്റ്ററൈഷ്. ഓസ്ട്രിയ എന്ന് പറയുന്ന കൺട്രിക്ക് ജർമ്മനിൽ പറയുന്നതാണ് യോസ്റ്ററൈഷ്. സോ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം നിങ്ങളത് പഠിക്കാൻ. ഓസ്റ്ററൈഷ് വാക്കൊന്നും അല്ല, പക്ഷെ ആ ഒരു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഓ ഉംലാവ് വരുന്ന സമയത്ത് എന്തായി, യോസ്റ്ററൈഷ്, യോ എന്നുള്ളൊരു ശബ്ദം. ഓക്കെ, യോ എന്നുള്ളൊരു ശബ്ദം കൊടുക്കുക, ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് ഉച്ചരിക്കുക, യോസ്റ്ററൈഷ്. ഇനി ഉ ഉംലാവ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ നാട്ടിലുള്ള ടാക്സിയാണ്, ജർമ്മൻ വാക്കല്ല, പക്ഷെ പഠിക്കാൻ ഈസി ആയതുകൊണ്ട് എഴുതി തരികയാണ്. ഈ ഒരു വാക്കും അതുപോലെ അതിന് ഉംലാവ് വരുന്നുള്ള ഒരു വാക്ക്. ഫസ്റ്റത്തെ നമ്മുടെ നാട്ടിലുള്ള ടാക്സി ഊബർ, നമ്മൾ വായിക്കുന്നതാണ് ഊബർ. ഇതിന്റെ മുകളിൽ ഉംലാവ് വരുന്ന സമയത്ത് അത് എന്ത് ഡിഫറൻസ് ആണ്? ഇത് ഊബർ, ഊ എന്നുള്ള ശബ്ദത്തിലാണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് വായിക്കുന്ന യൂബർ, യൂബർ. ഓക്കെ, അതായത് ഒരു യു എന്നുള്ള ശബ്ദം നിങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. സോ ഊബർ, യൂബർ, ഊബർ, യൂബർ, ഊബർ, യൂബർ. ഇനി ലാസ്റ്റ് എസെറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ഉച്ചരിക്കണം? ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, ഡബിൾ എസ് ആയിട്ട് ഉച്ചരിച്ചാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ വാക്ക് ഉച്ചരിക്കുന്നത് ഹൈസൺ, ഹൈസൺ. അതായത് ഈ ഒരു എസെറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ഡബിൾ എസ് സ്ട്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉച്ചരിക്കുക ഹൈസൺ, ഹൈസൺ.
സോ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആൽഫബറ്റ് എങ്ങനെ ഉച്ചരിക്കും എന്നുള്ളത് പഠിക്കാനായിട്ട്. സോ ആ ഉംലാവ് വരുന്ന സമയത്ത് നമ്മൾ രണ്ട് എക്സാമ്പിൾ പഠിക്കേണ്ടത് ആപ്പിൾ, ഏപ്പിൾ. അപ്പോഴാണ് ആ ഒരു ആ എ എന്നുള്ള ഉച്ചാരണ വ്യത്യാസം കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഓ ഉംലാവ് പഠിച്ച സമയത്ത് ഓസ്റ്ററൈഷ്, യോസ്റ്ററൈഷ്, യൂബർ, യൂബർ. സാധാ ഊ എന്നുള്ള ശബ്ദം ഊബർ, യൂബർ. ഇനി എസെറ്റ് വരുന്ന സമയത്ത് ഹൈസൻ, ഡബിൾ എസ് ആയിട്ട് ഉച്ചരിക്കുക. അപ്പൊ ഈ ഒരു പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഭാഷ പഠിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് ടൈം എടുത്തിട്ട് ഇതാണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ളത് പഠിക്കണം. കാരണം ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് അതിൽ എക്സ്ട്രാ വരുന്ന ആൽഫബറ്റ്സ് ഏതാന്നുള്ളത് അറിയണം. അതൊരു വാക്കിൽ വരുന്ന സമയത്ത് എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളത് അറിയണം. അപ്പൊ ഇത് നിങ്ങൾക്ക് തറവായിട്ട് പഠിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പഠിക്കുക. ആ എക്സാമ്പിളിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് നോട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങളൊക്കെ ഒരു കാർ വാങ്ങുന്ന സമയത്ത് അത് പല കാറുമായിട്ട് കമ്പയർ ചെയ്യും. മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ആ ഒരു ഫോണിന്റെ സീരീസ് വേറൊരു സീരീസുമായിട്ട് അതിന്റെ ചിപ്സെറ്റ് ഒക്കെ കമ്പയർ ചെയ്യാറുണ്ട്. സെയിം പോലെ രണ്ട് വാക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം. കാരണം കാണാൻ ഏറെക്കുറെ ഒരേപോലെയാണ്, രണ്ട് ഡോട്ട് വരുന്ന ഡിഫറൻസ് ആണ്. അപ്പൊ അതിൽ വരുന്ന ഒരു ഉച്ചാരണ ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കുക. ആപ്പിൾ, ഏപ്പിൾ. ഓസ്റ്ററൈഷ്, യോസ്റ്ററൈഷ്. ഊബർ, യൂബർ. പിന്നെ ഹൈസൺ. അപ്പൊ ഇത്രയും ഡിഫറൻസ് ആണ് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിൽ ഉച്ചരിക്കുന്ന സമയത്ത് വരുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് രണ്ട് ഡിഫറൻസ് കൂടെ കാണാൻ പറ്റും. ഒന്ന് ഐ ഇ എന്ന് വരുന്ന സമയത്തും മറ്റൊന്ന് ഇ ഐ എന്ന് വരുന്ന സമയത്തും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്കും ദി എന്ന് പറയുന്ന വാക്കും മറ്റൊന്ന് ഫ്രൈ എന്ന് പറയുന്ന വാക്കുമാണ്. ഇത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഒരു വാക്ക് കാണുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന ആരും വായിച്ചിട്ടുണ്ടാവുക ഡൈ എന്നായിരിക്കും. പക്ഷെ ജർമ്മനിൽ അത് വായിക്കുന്നത് ദി, ദി എന്നാണ് വായിക്കുക. കാരണം ജർമ്മൻ ലാംഗ്വേജിൽ ഐ ഇ എന്ന് പറയുന്ന ആൽഫബറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഉച്ചരിക്കുന്നത് ഇ എന്നാണ്. സോ അത് ഡൈ എന്നല്ല ജർമ്മനിൽ വായിക്കുക, ദി, ദി എന്നായിരിക്കും വായിക്കുക. സെയിം പോലെ നെക്സ്റ്റ് ഞാൻ എഴുതിയ വാക്ക് ഫ്രൈ എന്നാണ്. ഓക്കെ, ഇതില് ഇ ഐ വന്നതുകൊണ്ടാണ് ഇത് ഐ എന്ന് ഉച്ചരിക്കുന്നത്. ഇതിന് പഠിക്കാൻ ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇത്ര നോക്കിയാൽ മതി. ഏത് ഡിജിറ്റിലാണോ ഇത് അവസാനിക്കുന്നത്. ഇപ്പൊ ഐ ഇ ആവുമ്പോൾ ഇ ആണ്, ഇ ഉച്ചരിക്കുക. ഇ ഐ ആവുമ്പോൾ ഐ ആണ്, ഐയിൽ ഉച്ചരിക്കുക. സോ ഇത് വായിക്കുന്നത് ഡൈ എന്നല്ല, ദി എന്നാണ്. ഇത് വായിക്കുന്നത് ഫ്രൈ. സോ ഐ ഇ വരുന്ന സമയത്ത് ഇ ആയിട്ട് ഉച്ചരിക്കുക, ഇ ഐ വരുന്ന സമയത്ത് ഐ ആയിട്ട് ഉച്ചരിക്കുക. അപ്പൊ ഇത്രയും ഡിഫറൻസ് ആണ് ജർമ്മൻ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജർമ്മനിൽ ഒരു വാക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ഉച്ചരിക്കേണ്ടത്. ആദ്യം ആ ഒരു നോർമൽ ആൽഫബറ്റിൽ വരുന്ന ഡിഫറൻസ് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഉംലാവ് വരുന്ന സമയത്തുള്ള ഡിഫറൻസ് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇത്രയും വാക്കുകൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിലും ഉംലാവ് വരുന്ന കുറെ ചെറിയ വാക്കുകൾ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് എടുത്തു നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയാൻ നോക്കുക. എന്നിട്ട് ആ പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ ആപ്പിൾ, ഏപ്പിൾ, ഓസ്റ്ററൈഷ്, യോസ്റ്ററൈഷ്. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഷൈനസും ബ്രേക്ക് ചെയ്യണം. നിങ്ങൾ എന്താ പറയാ, പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നല്ല ആലോചിക്കേണ്ടത്, പറയുന്നുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. നേരെ മറിച്ച് ഞാൻ പറയുന്നത് തെറ്റാവെന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പർലി മനസ്സിലാക്കാം. ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് എല്ലാം ബ്രേക്ക് ചെയ്ത് നിങ്ങൾ മിററിന്റെ മുന്നിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടോ വേണം നിങ്ങൾ സെൽഫായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത് ഉച്ചരിക്കുന്നതും അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണവും തമ്മിലുള്ള കറക്റ്റ് ആയിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ എന്ത് ഡിഫറൻസ് ആണ് ഞാൻ കൊണ്ടുവരേണ്ടത്, ആ സെൽഫ് സ്റ്റഡി നിങ്ങൾ ചെയ്യണം. ആ ഒരു ഇംപ്രവൈസേഷൻ ആണ് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഇത്രത്തോളം ഗ്രീറ്റിംഗ്സ്, അതുപോലെ ആൽഫബറ്റ്സ്. ഇനി നെക്സ്റ്റ് നമുക്കുള്ള സ്റ്റെപ്പാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ ലാംഗ്വേജ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതും ഈ 3 ടോപ്പിക്കിലാണ്. ആദ്യം നമ്മളൊരു വാമപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മളുടെ ഗ്രീറ്റിംഗ്സ് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെപ്ത് ആയിട്ട് അതിന്റെ ആൽഫബറ്റ്സുകൾ ഏതൊക്കെയാണ്, ജർമ്മൻ ഭാഷയിൽ വരുന്ന ആൽഫബറ്റ്, അതിൽ എക്സ്ട്രാ വരുന്ന ആൽഫബറ്റ്, അതിൽ വരുന്ന ഉച്ചാരണ മാറ്റങ്ങൾ പഠിച്ചു. ഇനി ലാസ്റ്റ് ആയിട്ട് ഈ സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്പേഴ്സ്. നമ്പേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ജർമ്മൻ ലാംഗ്വേജിലെ പോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്പർ വേറെ ഏത് ലാംഗ്വേജിലും പഠിക്കാൻ പറ്റില്ല. പക്ഷേ അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 4 സ്റ്റെപ്പുകൾ വെച്ചിട്ട് വേണം പഠിക്കാൻ. നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും ജർമ്മൻ ലാംഗ്വേജിൽ. പക്ഷെ അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. നമ്പേഴ്സിന് ആ ഒരു പ്രത്യേകത ഉണ്ട്.
നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും. ജർമ്മൻ ലാംഗ്വേജിൽ നമ്പേഴ്സ് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഈസി എന്നുള്ളത് പറയാനൊരു കാരണമുണ്ട്. കാരണം നിങ്ങൾ ശരിക്ക് 12 വരെ ബൈ ഹേർട്ട് ചെയ്താൽ മതി ജർമ്മൻ ലാംഗ്വേജിൽ. അതായത് 0 to 12 13 നമ്പേഴ്സ് മാത്രം നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ചിട്ട് അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജർമ്മൻ ലാംഗ്വേജിലെ പോലെ ഈസി ആയിട്ട് നമ്പേഴ്സ് വേറെ ഏത് ഭാഷയിലും പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുന്ന സമയത്ത് 1 2 3 കഴിഞ്ഞിട്ട് 13 14 പിന്നെ 100 25 ആ ഒരു സമയത്തും ജർമ്മനിൽ വരുന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾ 12 എന്നുള്ള നമ്പർ അതായത് 0 to 12 വരെ നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കാണാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതാണ് നമ്പേഴ്സ് 0 to 12. നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മൾ നേരത്തെ ആൽഫബറ്റ്സ് എഴുതിയ പോലെ നമ്പേഴ്സ് എഴുതി വെക്കുക. നമ്മൾ ഓരോ നമ്പറിനും ജർമ്മനിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും നമ്പേഴ്സ് എടുത്തിട്ട് എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. ഓക്കെ, നമ്പേഴ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ 0 to 12 വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 0 to 12 വരെ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു പോർഷൻ എടുത്തതിന്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ എങ്ങനെ നിങ്ങൾക്ക് നമ്പേഴ്സ് ഈസി ആയിട്ട് ജർമ്മനിൽ അല്ലെങ്കിൽ 0 to 12 വരെ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതും പറഞ്ഞുതരാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു 4 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിൽ നമ്പേഴ്സ് നിങ്ങൾക്ക് പിന്നെ എത്ര വേണമെങ്കിലും പറയാൻ പറ്റും. ഈ 4 സ്റ്റെപ്പ് ബൈ ഹേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കടമ എന്ന് പറയുന്നത്. ബൈ ഹേർട്ട് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കുക എന്നുള്ളത്. അത് എന്നിട്ട് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം. സോ 0 to 12 വരുന്ന സമയത്ത് നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യണം. 0 to 12 വരെ മാത്രം നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്താൽ മതി. ഇനി എന്താണ് 0ക്ക് പറയാ, 1ന് പറയാ, 2ന് പറയാ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എഴുതി വെക്കാം, 0 എന്നുള്ള ഡിജിറ്റിന് ജർമ്മനിൽ പറയുന്നതാണ് നുൾ. നുൾ 0 എന്നതിന് നുൾ എന്ന് പറയും. 1 എന്നതിന് ജർമ്മനിൽ പറയുന്നതാണ് eins. eins. നുൾ eins. നുൾ eins. 2 എന്നതിന് ജർമ്മനിൽ നമ്മൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ ഓൾറെഡി ആൽഫബറ്റ് പഠിച്ച ആളുകളാണ്. അതുപോലെ ഓരോ വാക്കിന്റെ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം പഠിച്ചു. Z എന്ന് പറയുന്ന ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം S ആയിട്ട് ഉച്ചരിക്കണം. അതുപോലെ EI വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം I ആയിട്ട് വായിക്കണം. സോ ഇത് വായിക്കുന്നത് സ്വൈ. സ്വൈ. നുൾ eins സ്വൈ. നുൾ eins സ്വൈ. ഇനി 3 എന്നതിന്റെ ജർമ്മൻ ഡ്രൈ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും EI എന്നുള്ള എൻഡിങ്. 3 എന്നതിന് ഡ്രൈ. നുൾ eins സ്വൈ ഡ്രൈ. നുൾ eins സ്വൈ ഡ്രൈ. നെക്സ്റ്റ് എന്താണ് 4 എന്ന് പറയാന്നുള്ളത്. 4 വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, ഇവിടെ നിങ്ങൾക്ക് V എന്ന് പറയുന്ന ആൽഫബറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. V വരുമ്പോൾ നമ്മൾ ഉച്ചാരണ വ്യത്യാസം പഠിച്ചിട്ടുണ്ട്, F ആയിട്ട് ഉച്ചരിക്കണം എന്നുള്ളത്. സോ ഇത് വായിക്കുന്നത് ഫിയർ. ഫിയർ. 4 എന്നതിന് ഫിയർ എന്നാണ് ജർമ്മനിൽ പറയാം. ഫിയർ. 5 വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉംലാവ് വരുന്നുണ്ട്. അപ്പൊ ഉംലാവ് വരുന്ന സമയത്തും നമ്മൾ നമ്മളുടെ ഉച്ചാരണ വ്യത്യാസം പഠിച്ചിരുന്നു. സാധാ യു ആണെങ്കിൽ നമ്മൾ എന്ന് വായിക്കും, അതായത് ഫുൻഫ് എന്ന് വായിച്ചിരുന്നു അവിടെ ഉംലാവ് ഇല്ലെങ്കിൽ. പക്ഷെ ഉംലാവ് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഏതായിരുന്നു? ഊബർ, യൂബർ. സോ അതേപോലെ ഫുൻഫ്, ഫ്യുൻഫ്. ഫ്യുൻഫ് എന്നാണ് 5 എന്നതിന് പറയാം. ഫ്യുൻഫ്. ഫ്യുൻഫ്. ഇനി 6 വരുന്ന സമയത്ത് S വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ Z ആയിട്ട് ഉച്ചരിക്കണം സെക്സ്. സെക്സ്. 6 വരുന്ന സമയത്ത് സെക്സ്. 7 വരുന്ന സമയത്തും മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക S വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ Z ആയിട്ട് ഉച്ചരിക്കണം സീബൻ. ഓക്കെ, S വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, Z ആയിട്ട് ഉച്ചരിക്കാം സീബൻ. 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 നുൾ eins സ്വൈ ഡ്രൈ ഫിയർ ഫ്യുൻഫ് സെക്സ് സീബൻ. നെക്സ്റ്റ് 8 വരുന്ന സമയത്ത് മെയിൻലി നോട്ട് ചെയ്യാം അക്ട്. അക്ട്. 8 വരുന്ന സമയത്ത് അക്ട്. അക്ട്. 9 വരുന്ന സമയത്ത്
നോയിൻ, നോയിൻ. 8 എന്നുള്ളതിന് അക്ട്, 9 എന്നുള്ളതിന് നോയിൻ, നോയിൻ. 10 എന്നുള്ളതിന് Z വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ S വെച്ചിട്ട് ഉച്ചരിക്കണം. സെൻ, സെൻ, സെൻ. ഓക്കെ, 10 എന്നുള്ളതിന് സെൻ. ഇനി 11 വരുന്ന സമയത്ത് എൽഫ്, 12 വരുന്ന സമയത്ത് സ്വൽഫ്. Z വെച്ചായതുകൊണ്ട് S എന്നുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കുക സ്വൽഫ്. സോ 11 എന്നുള്ളതിന് എൽഫ്, 12 എന്നുള്ളതിന് സ്വൽഫ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ആണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ നമ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് തീരെ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു പഠിക്കുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും, അവരിത് ഫോക്കസ് ചെയ്തിട്ട് പോകും. പിന്നീട് അവരെന്ത് ചെയ്യില്ല, ഈ ഒരു കാര്യം യൂസ് ചെയ്യാതെ ആവും. നമ്പേഴ്സ് ഞാൻ ആദ്യം നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, നിങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യണം, ലൈഫിൽ അപ്ലൈ ചെയ്യണം. നമ്പേഴ്സ് മാത്രമല്ല, ഇന്ന് നമ്മൾ പഠിച്ച ഗ്രീറ്റിംഗ്സ്, ആൽഫബറ്റ്സ്, അതുപോലെ ഇപ്പം നമ്മൾ പഠിക്കുന്ന നമ്പേഴ്സ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാര്യമായിട്ട് ചേഞ്ച് വരുത്തേണ്ടത് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾ ഡിഫറെൻ്റ് ഒരു ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഈ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒരു നമ്പർ കാണുന്ന സമയത്ത് ഓക്കെ 12 കാണുന്ന സമയത്ത് അത് 12 ആണ്, അല്ലെങ്കിൽ സമയം 6 മണി കാണുമ്പോൾ 6 കാണുന്ന സമയത്ത് അത് സെക്സ് ആണ്. ഇപ്പം 4:20 കാണുന്ന സമയത്ത് 4-ന് ഞാൻ പഠിച്ചത് ഫിയർ ആണ്, 20-ലെ 2-ന് ഞാൻ പഠിച്ചത് സ്വൈ ആണ്, 0-ക്ക് ഞാൻ പഠിച്ചത് നുള്ളാണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ എക്സ്ട്രാ ഒരു എന്താ പറയുക ടൈം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യണം എന്ന് ഒരാവശ്യമല്ല. ഗ്രീറ്റിംഗ്സും അതേപോലെ തന്നെ. ഫോൺ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഹലോ എന്നുള്ളതിന് ഹലോ ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇൻ കേസ് എനിക്ക് അയാളുടെ പേര് പറയണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യേണ്ടത് മൈൻ നാമേസ്റ്റ് ആണ്. ഇപ്പൊ ആൽഫബറ്റ്സ് ആകുന്ന സമയത്ത് പല സ്ഥലത്തും നിങ്ങൾ ബോർഡുകൾ കാണും. അപ്പൊ ആ ബോർഡിൽ എന്ത് ചെയ്യുക, അതിന്റെ ആൽഫബറ്റ് ഇന്നതൊക്കെയാണ് എന്നുള്ളത് ഓർത്തെടുത്താൽ മതി. അപ്പോൾ ഇത്ര മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, നിങ്ങൾ ഈ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. ലൈഫിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ടാസ്ക്. അപ്പൊ നമ്പേഴ്സ് 0 to 12 ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്പേഴ്സ് എന്ന് പറയുന്നത് 12 വരെ അല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇതിൽ ഫർദർ ആയിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു 4 സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു നമ്പർ 0 to 12. ഇത് മാത്രമേ നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ടതുള്ളൂ. ഇനി നമ്പറിന്റെ ഫർദർ ആയിട്ട് വരുന്ന, അതായത് സെക്കൻഡും തേർഡും സ്റ്റെപ്പ്, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെയിൻ പോലെയാണ്. സ്റ്റെപ്പ് നമ്പർ 1 അറിയെങ്കിലേ നിങ്ങൾക്ക് സ്റ്റെപ്പ് നമ്പർ 2 പഠിക്കാൻ പറ്റുള്ളൂ. അത് സ്റ്റെപ്പും 1ഉം 2 അറിഞ്ഞെങ്കിലേ 3 പഠിക്കാൻ പറ്റുള്ളൂ. അതറിഞ്ഞെങ്കിലേ 4 പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. നമ്പേഴ്സ് നിങ്ങൾ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ കാണുന്നോ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. കാരണം ഇതറിഞ്ഞെങ്കിലേ നമ്മളുടെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്ന നമ്പേഴ്സിന്റെ നെക്സ്റ്റ് പാർട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റാർട്ടിങ് മുതലുള്ള ഗ്രീറ്റിംഗ്സ്, ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ഇതൊക്കെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇനി നമ്പേഴ്സിന്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് 13 മുതൽ 19 വരെ വരുന്ന പാർട്ടുകളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത്രയും അറിയാമെങ്കിൽ ആ പാർട്ട് പഠിക്കാൻ ഒരു പണിയില്ല. അപ്പൊ അതെന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ലാംഗ്വേജിന്റെ ജേർണി ഈ ഒരു വീഡിയോയോട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ 3 ടോപ്പിക്സ് എന്ന് പറയുന്നതാണ് ഗ്രീറ്റിംഗ്സ്, ആൽഫബറ്റ്സ്, നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളൊരു ലാംഗ്വേജ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പഠിച്ചതാണ് ഈ 3 കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാന്നുള്ളതാണ് നിങ്ങൾ ഇനി ആലോചിക്കേണ്ടത്. അത് പറഞ്ഞു തരാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതിന് എക്സ്ട്രാ ടൈം കണ്ടെത്തേണ്ട ഒരാവശ്യവും വരുന്നില്ല. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് നിങ്ങളുടെ ചുറ്റും തന്നെ ഈ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ലൈഫിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊക്കെ ഈ ഒരു കാര്യം വരുന്നുണ്ടാവും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയോ നമ്പേഴ്സ് കാണുന്നുണ്ട്, എത്രയോ ആൽഫബറ്റ്സ് കാണുന്നുണ്ട്, എത്രയോ അപരിചിതർ നിങ്ങളെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഈ സമയത്താണ് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് അതിൽ ടൈം കാണുന്നത് 6:20 എന്നാണെങ്കിൽ 6-ന് പറയുന്നത് സെക്സ്, 20 എന്നുള്ളതിന് നിങ്ങൾ 2 എന്നുള്ളതിന് പഠിച്ചിട്ടുണ്ട് സ്വൈ, 0 എന്നുള്ളതിന് നുൾ. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ മൈൻഡ് പ്രോസസ്സിംഗ് ആവുക, ലാംഗ്വേജ് നിങ്ങളുടെ ഗ്രോ ആവുക.
ഈ ഒരു കാര്യമാണ് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ലാംഗ്വേജ് പഠിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് ആണെന്നുള്ളത്. അത് ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പഠിക്കാത്തപ്പോഴാണ്. പ്രോപ്പറായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് എടുത്ത് അതിൻ്റെ മുന്നിലിരുന്ന് പഠിക്കുന്നതല്ല, അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടൊരു ടൈം മാറ്റി വെക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് നിങ്ങളുടെ ലൈഫിൽ ആ സിറ്റുവേഷൻ വരുമ്പോൾ ഒരാളിപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് അയാളോട് ഹലോ പറയുകയാണെങ്കിൽ ഹലോ ആണ്, അല്ലെങ്കിൽ പേര് പറയുകയാണെങ്കിൽ മൈൻഡ് നാമേസ്താണ്. ഇത് നിങ്ങൾ ഡെയിലി മൈൻഡിൽ പ്രോസസ്സ് ചെയ്തിരിക്കുക, അത് നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടാക്കിയിട്ട് മാറ്റുക. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും, ഈ ഒരു ലാംഗ്വേജ് ഗ്രോ ആവും. അപ്പോൾ ജർമ്മൻ പഠിക്കുന്ന ഈ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്ത ഡേയിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാം, ഇത് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തു തുടങ്ങുക. നിങ്ങൾ നടക്കുന്ന സമയത്ത് സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുക നമ്പേഴ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ബോർഡ്സ് കാണുന്ന സമയത്ത് അതിൻ്റെ ഒന്ന് ആൽഫബറ്റ് ജർമ്മനിൽ സ്പെല്ല് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും വരുന്ന സമയത്ത് അവരോട് ഹലോ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഭാഷയാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജർമ്മനിക്ക് എന്താ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ പേര് ജർമ്മനി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ജർമ്മനി എന്ന് മാറ്റിയിട്ട് ദോയഷ് അല്ലെങ്കിൽ ഡോയ്ച്ച്ലാൻഡ് എന്നൊക്കെയുള്ള ടേംസുകൾ നിങ്ങൾ റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ലാംഗ്വേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളുടെ ലാംഗ്വേജിൻ്റെ സ്റ്റാർട്ടിങ് ജേർണിയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടിപ്സ് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അത് നിങ്ങളെ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. സോ ആ ഒരു കാര്യം നിങ്ങൾ നമ്മളെ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇന്നത്തെ ലാംഗ്വേജ് ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ 3 ടോപ്പിക്സിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് നമ്പേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ നമ്പേഴ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു 1 to 12 വരെ മാത്രം നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്താൽ മതി എന്നുള്ളത്. ഇനി നമുക്ക് ഫർദർ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ഒരു 1 to 12 ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് 13 to 19 അതുപോലെ ഫർദർ ആയിട്ട് വരുന്ന ജർമ്മനിലെ നമ്പേഴ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു 1 to 12 വരെ അറിഞ്ഞ ഒരാൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും 1 to 12 ബൈ ഹേർട്ട് ചെയ്ത ഒരാൾക്ക് ജർമ്മനിൽ 13 to 19 ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് നിങ്ങൾക്ക് നമ്മളുടെ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ പറ്റുക. സോ നിങ്ങളെല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക.